الحمد لله نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الناس اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم وعد الله الذين آمنوا منكم وعملوا الصالحات ليستخلفنهم في الأرض كما استخلف الذين من قبلهم وليمكنن لهم دينهم الذي ارتضى لهم وليبدلنهم من بعد خوفهم أمنا يعبدونني لا يشركون بي شيئا ومن كفر بعد ذلك فأولئك هم الفاسقون صدق الله العظيم لا حول ولا قوة إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സത്യവിശ്വാസികളായ സഹോദര സഹോദരിമാരെ, സൃഷ്ടികർത്താവായ നാഥന്റെ തീരുമാനങ്ങൾക്ക് വഴിപ്പെട്ട് ജീവിക്കണമെന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുന്നു, ഉത്ബോധിപ്പിക്കുന്നു. പരമദയാലുവായ നാഥൻ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ കുട്ടിക്കാലത്ത് നാട്ടിലെ ചായക്കടയിൽ തെങ്ങിൻ്റെ ഓലമടഞ്ഞ ചുമരിൽ ഈർക്കിലി കൊണ്ട് സ്ഥാപിച്ചിരുന്ന ഒരു പരസ്യ ബോർഡുണ്ട്. ഇപ്പോഴും വളരെ കൃത്യമായി ഓർമ്മയുള്ള ഒരു സന്ദേശമാണത്. ആ ബോർഡിൽ എഴുതി വച്ചിരുന്നത്, ദയവ് ചെയ്ത് രാഷ്ട്രീയം പറയരുത് എന്നായിരുന്നു. ഒരുപക്ഷെ രാവിലെ പത്രവും ചായയും മുമ്പിൽ വെച്ച് രാഷ്ട്രീയം പറഞ്ഞ് ബഹളമുണ്ടാക്കണ്ട എന്ന് കരുതി ചായക്കടയുടെ ഉടമ, ശുദ്ധഗതിക്കാരനായ മനുഷ്യൻ എഴുതി വെച്ച ഒരു സന്ദേശമാകാം. ഇതുപോലെ വളരെ കൗതുകകരമായ ചില സന്ദേശങ്ങൾ ഇന്നും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മതം രാഷ്ട്രീയത്തിൽ ഇടപെടരുത്. നമ്മുടെ കാലഘട്ടത്തിൽ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന, കൗതുകം ജനിപ്പിക്കുന്ന ഒരു സന്ദേശമാണ്. ഇത് പലരും മുസ്ലിം നാമധാരികളായ പാർട്ടികളുടെ പേരൊന്നും പറയേണ്ടതില്ല, എല്ലാവർക്കും അറിയാം. പല രാഷ്ട്രീയക്കാരും വേദികളിൽ നിന്നുകൊണ്ടിത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. മതം രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് അപകടകരമാണ്. അതുകൊണ്ട് മതത്തിന്റെ വക്താക്കൾ അധികാരത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും രംഗങ്ങളിലേക്ക് വരുന്നതൊരു ദുരന്തമായി
ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സത്യത്തിൽ നമ്മൾ ഈ സന്ദേശം ആരുടേതാണ് എന്ന് തിരിച്ചറിയണം. മതം രാഷ്ട്രീയത്തിൽ ഇടപെടരുത് എന്ന സന്ദേശം ആരുടേതാണ്? ആരാണ് അതിന്റെ രചയിതാക്കൾ? ആരാണതിനെ പ്രചരിപ്പിച്ചവർ? ഒരുപക്ഷെ ഇത് പറയുന്നവരിൽ ശുദ്ധാത്മാക്കളുണ്ടാകാം. മതം വെറുതെ രാഷ്ട്രീയത്തിൽ വന്ന പൊല്ലാപ്പുണ്ടാക്കണ്ട എന്ന് മാത്രം അതിന്റെ വിഷയത്തിന്റെ ആഴങ്ങളിലേക്കൊന്നും പോകാതെ അഭിപ്രായ പ്രകടനം നടത്തുന്ന രാഷ്ട്രീയക്കാരുണ്ടാകാം. പക്ഷെ ഇത് വളരെ ബോധപൂർവം ആസൂത്രിതമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ചില ആളുകൾ എന്ന് നമുക്കറിയാം. വാസ്തവത്തിൽ പടിഞ്ഞാറുകാരൻ്റേതാണ് ഈ വികലമായ ദർശനം. മതം രാഷ്ട്രീയത്തിൽ ഇടപെടരുത് എന്നത് പടിഞ്ഞാറ് ലോകത്തോട് വിളിച്ചു പറഞ്ഞ വികലമായ അവരുടെ ആദർശമാണ്. പുരോഹിത മതത്തിന്റെ പേര് പറഞ്ഞ് പ്രവാചക മതത്തെ മനുഷ്യന്റെ സാമൂഹിക ജീവിത മേഖലകളിൽ നിന്ന് വളരെ കൗശലപൂർവ്വം പുറത്താക്കിയ യൂറോപ്പിന്റെ പടിഞ്ഞാറന്റെ സംഭാവനയാണ് യഥാർത്ഥത്തിൽ ഈ ദർശനമെന്ന് തിരിച്ചറിയുവാൻ, ഈ സന്ദേശമെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. മതം എന്ന് പറഞ്ഞാൽ മൗലികമായ മൂല്യങ്ങളാണ് എന്ന് നമുക്കറിയും. ആ മൂല്യങ്ങളുടെ അടിത്തറയിൽ ഒരു ജീവിത പദ്ധതിയാണ് യഥാർത്ഥത്തിൽ മതം ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നത്. ആ മതം ഇടപെടുമ്പോൾ രാഷ്ട്രീയമടക്കമുള്ള മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും ശുദ്ധീകരിക്കപ്പെടുകയാണ് ചെയ്യുക, വൃത്തിയാവുകയാണ് ചെയ്യുക. മതം ഇടപെടുമ്പോൾ രാഷ്ട്രീയമടക്കമുള്ള മനുഷ്യന്റെ സാമൂഹിക മേഖലകൾ ശുദ്ധീകരിക്കപ്പെടും എന്നതിന്റെ തെളിവാണ് അമ്പിയാക്കന്മാരുടെയും മുർസലിങ്ങളുടെയും ചരിത്രം എന്ന് നമുക്കറിയാം. പ്രവാചകന്മാർ രാഷ്ട്രീയ മേഖലകളിലാണ് ഇടപെട്ടിരുന്നത്. ആ മേഖലകളിൽ നിലനിന്നിരുന്ന ജീർണതകളെ, വൃത്തികേടുകളെയും അധർമ്മങ്ങളെയും അരുതായ്മകളെയും ഇല്ലായ്മ ചെയ്യുകയാണ് ആ പ്രവാചകന്മാരുടെ ഇടപെടലിലൂടെ സംഭവിച്ചത് എന്നും ചരിത്രം നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്താണ്? രാഷ്ട്രവുമായി ബന്ധപ്പെട്ടതാണ്. രാഷ്ട്രകാര്യങ്ങളും ഭരണകാര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഒരു രാജ്യത്തെ, ഒരു സമൂഹത്തെ നിയന്ത്രിക്കുകയും നയിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും ചലനാത്മകമായ മണ്ഡലമാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. അധികാര മണ്ഡലമാണ് രാഷ്ട്രീയം. ഭരണകൂടം പ്രവർത്തിക്കുന്ന മേഖലയാണ്. ഇവിടെയല്ലേ യഥാർത്ഥത്തിൽ മതം ഏറ്റവും പ്രസക്തമായി നിൽക്കുന്നത്. ജനങ്ങളെ നയിക്കുകയും നിയന്ത്രിക്കുകയും അവരെ മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന രാഷ്ട്രീയത്തിന്റെയും അധികാരത്തിന്റെയും മേഖലകളിലാണല്ലോ മതം എന്ന് പറയുന്നത് ഏറ്റവും പ്രസക്തമായി മാറുക. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് മതം അപ്രത്യക്ഷമാകുന്നതിനേക്കാൾ എത്രയോ ഗുരുതരമായ ദുരന്തമാണ് ഒരു രാഷ്ട്രത്തിന്റെ ജീവിതത്തിൽ നിന്ന്, ഒരു ദേശത്തിന്റെ ജീവിതത്തിൽ നിന്ന് മതം തിരോധാനം ചെയ്യുക എന്നത്. അത് ഏറ്റവും വലിയ ചരിത്രപരമായ ദുരന്തമായിരിക്കും. അതുകൊണ്ട് മതമില്ലാത്ത രാഷ്ട്രീയം എന്ന് പറയുന്നത്, മതമില്ലാത്ത സാമൂഹികത എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പടിഞ്ഞാറുകാരന്റെ ഒരു വികലമായ ഉൽപ്പന്നമാണ് എന്ന് തിരിച്ചറിയുവാനുള്ള പ്രബുദ്ധത വിശ്വാസി സമാജത്തിനെങ്കിലും ഉണ്ടാകേണ്ടതുണ്ട്. ഇത് പലരും മനസ്സിലാക്കുകയും വിളിച്ചു പറയുകയും ചെയ്ത ഒരു സത്യമാണ്. മഹാനായ ഗാന്ധിജി മതത്തെക്കുറിച്ച് വളരെ തുറന്നു സംസാരിച്ച ഒരു വ്യക്തിയാണ്, നമുക്കറിയാം. അദ്ദേഹം പറഞ്ഞതിൽ വിയോജിക്കേണ്ട ഭാഗങ്ങളുണ്ടാകാം. പക്ഷെ വളരെ മൗലികമായ പല സത്യങ്ങളും ഗാന്ധിജി വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, മനുഷ്യന്റെ പ്രശ്നങ്ങളിൽ, അവന്റെ സാമൂഹിക ജീവിതത്തിൽ ഇടപെടുകയും മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ, പരിഹാരമുണ്ടാക്കാൻ സഹായിക്കുകയും ചെയ്യാത്ത മതം മതമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മതമുക്തമായ രാഷ്ട്രീയം മാരകമാണ് എന്ന് ഗാന്ധിജി പറഞ്ഞു. മരണതുല്യമാണ് എന്ന് അദ്ദേഹം വിശദീകരിച്ചു. അതുകൊണ്ട് രാഷ്ട്രത്തെ ശുദ്ധീകരിക്കണമെങ്കിൽ,
രാഷ്ട്രീയം നന്നാവണമെങ്കിൽ പുരോഹിത മതമല്ല, പ്രവാചക മതം, അതിന്റെ മൗലികമായ മൂല്യങ്ങൾ, അതിന്റെ ജീവിത സന്ദേശങ്ങൾ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഇടപെടണം എന്ന് കാര്യവിവരമുള്ളവരൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. രാഷ്ട്രീയത്തിൽ ആർക്കും വരാം, രാഷ്ട്രീയത്തിൽ എന്തുമാകാം എന്നാണ് നമ്മുടെ കാലഘട്ടത്തിന്റെ ഒരു പ്രവണത. വർഗീയവാദികൾക്ക് രാഷ്ട്രീയത്തിലിടമുണ്ട്, സാമുദായികവാദികൾക്ക് രാഷ്ട്രീയത്തിലിടമുണ്ട്, മതവിരുദ്ധർക്ക് രാഷ്ട്രീയത്തിലിടമുണ്ട്. പക്ഷേ യഥാർത്ഥ മതത്തിന്റെ വക്താക്കൾ രാഷ്ട്രീയത്തിൽ വന്നുകൂടാ. അവർ സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിൽ ഇടപെട്ടുകൂടാ. അങ്ങനെ വരുമ്പോൾ അത് മതത്തെയും രാഷ്ട്രത്തെയും അവിഹിതമായി ബന്ധിപ്പിക്കലായി, അത് മതരാഷ്ട്രവാദമായി ഒക്കെ വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. സംഘടനകൾക്കും പ്രസ്ഥാനങ്ങൾക്കും രാഷ്ട്രീയ കക്ഷിഭേദങ്ങൾക്കും അപ്പുറം നിന്നുകൊണ്ട് വളരെ മൗലികമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയമായതുകൊണ്ടാണ് ഞാനിത് സൂചിപ്പിക്കുന്നത്. നോക്കൂ, ആരാണ് യഥാർത്ഥത്തിൽ നമ്മുടെ രാഷ്ട്രീയ അധികാര മേഖലകളെ കുട്ടിച്ചോറാക്കി മാറ്റിയത്, അഴിമതികളുടെ കൂത്തരങ്ങാക്കി മാറ്റിയത്? ആരാണ് ഇവിടെ ജീർണതകൾ ഉണ്ടാക്കി വെച്ചത്? സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ഒരു വില്ലേജ് ഓഫീസിൽ ചെന്ന ഏറ്റവും നിസ്സാരമായ, ഇതൊക്കെ നമ്മുടെ അനുഭവമാണ്, വിശദീകരിച്ചൊന്നും പറയേണ്ടതില്ല, എല്ലാവർക്കും അറിയാം. ഏറ്റവും നിസ്സാരമായ ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു വില്ലേജ് ഓഫീസിലോ പഞ്ചായത്ത് ഓഫീസിലോ പോയാൽ അവിടെ മുതൽ പാർലമെന്റ് വരെ ജനാധിപത്യത്തിന് പകരം പണാധിപത്യം നടപ്പിലാക്കിയതാരാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മുട്ടുസൂചി മുതൽ ശവപ്പെട്ടി വരെ ഈ വാക്കുകളൊക്കെ നമ്മുടെ നാട്ടിൽ നടന്ന അഴിമതി കുംഭകോണങ്ങളെ ഓർമ്മിപ്പിക്കുന്ന നാറുന്ന അഴിമതിക്കഥകളുടെ നാമങ്ങളായി മാറ്റിയതാരാണ് എന്ന് നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. പുരോഹിത മതവും അതുപോലെ തന്നെ മതത്തെ ചൂഷണോപാധിയാക്കി മാറ്റിയ മതവാദികളും മതവിരുദ്ധ ശക്തികളും ചരിത്രത്തിൽ എന്നൊക്കെ അധികാരമണ്ഡലത്തിലും രാഷ്ട്രീയത്തിലും വന്നിട്ടുണ്ടോ അവരാണ് യഥാർത്ഥത്തിൽ ആ മേഖലയാകെ തകർത്ത് തരിപ്പണമാക്കിയതെന്ന് അതപ്പതിപ്പിച്ചതെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. എന്നാണ് ജനജീവിതം ദുസ്സഹമായി മാറിയത്. ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം എടുത്താൽ പൊങ്ങാത്ത ഒരു ഭാരമായി മാറിയത് ചരിത്രത്തിൽ ആര് ഭരിച്ചപ്പോഴാണ് എന്ന് നമ്മൾ അറിയണം. ഒന്ന് പുരോഹിത മതമാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല, നമുക്കറിയാം. അതുപോലെ മതത്തിന്റെ പേര് പറഞ്ഞ് എല്ലാവിധ ക്രൂരതകൾക്കും ന്യായീകരണം പറഞ്ഞുകൊണ്ട്, അഥവാ തങ്ങൾ നടത്തുന്ന എല്ലാ ചൂഷണങ്ങൾക്കും മതത്തിന്റെ പിൻബലം അവകാശപ്പെട്ട നാമമാത്ര മതവാദികൾ, ഹിറ്റ്ലർ മുതൽ ജോർജ് ബുഷ് വരെ ആ പട്ടികയിൽ നമുക്ക് പറയാം. ഹിറ്റ്ലർ ഏറ്റവും വലിയ ക്രൂരതകൾ ചെയ്തിട്ട് ഹിറ്റ്ലർ ലോകത്തോട് പറഞ്ഞത് ഞാൻ ദൈവഹിതപ്രകാരം അങ്ങനെ ചെയ്തു എന്നാണ്. ലക്ഷക്കണക്കായ മനുഷ്യരെ ഗ്യാസ് ചേമ്പറിലിട്ട് ക്രൂരമായി കശാപ്പ് ചെയ്തിട്ട് അത് ദൈവഹിതപ്രകാരമായിരുന്നു എന്നാണ് ഹിറ്റ്ലർ ലോകത്തോട് പറഞ്ഞത്. ഇറാഖിലെ പാവങ്ങളായ മനുഷ്യരെ 12 ലക്ഷത്തോളം വരുന്ന മനുഷ്യരെ ക്രൂരമായി പീഡിപ്പിച്ച് കൊന്നിട്ട് നമ്മുടെ കാലഘട്ടത്തിലെ നമ്രൂദായ ജോർജ് ബുഷ് പറഞ്ഞതും ഞാൻ യഹോവയുടെ നിർദ്ദേശപ്രകാരമാണ് അങ്ങനെ ചെയ്തത് എന്നാണ്. ഇങ്ങനെ നാമമാത്ര മതവാദികൾ മതത്തെ ചൂഷണോപാധിയാക്കി മാറ്റിയിട്ടുണ്ട്, അഥവാ മതത്തിന്റെ പേര് ദുരുപയോഗം ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ മതവിരുദ്ധ ഭൗതിക ശക്തികൾ, ഞാൻ വിശദീകരിക്കുന്നില്ല, നമുക്കറിയാം. ചരിത്രത്തിലുടനീളം അതിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. 1-2 ചിത്രങ്ങൾ മാത്രം ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അതേസമയം മറുഭാഗത്ത് പ്രവാചകന്മാർ നയിച്ച പ്രവാചക മതം എന്നൊക്കെ ഭരണത്തിലും അധികാര സ്ഥിരാകേന്ദ്രങ്ങളിലും വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ ജനങ്ങൾ ഏറ്റവും നല്ല ജീവിതം നയിച്ചു എന്ന് നമുക്കറിയാം. ജനങ്ങൾക്ക് നിർഭയത്വവും സുരക്ഷിതത്വവും അവർക്ക് ജീവിക്കാൻ എളുപ്പമായ മാർഗങ്ങളും തുറന്നു കിട്ടിയത് പ്രവാചകന്മാരും അവരുടെ ശിഷ്യന്മാരും അഥവാ യഥാർത്ഥ മതവും മതവക്താക്കളും ചരിത്രത്തിൽ ഭരണരംഗങ്ങളിൽ അധികാരത്തിൽ വന്നപ്പോഴാണ് എന്ന് നമുക്കറിയാം. ദാവൂദ് അലൈഹിസ്സലാം, സുലൈമാൻ അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവരൊക്കെ രാഷ്ട്രീയ രംഗത്ത് നേതൃത്വം നൽകിയ ഭരണാധികാരികൾ, മാതൃകാ ഭരണാധികാരികൾ കൂടിയായിരുന്നു
എന്ന് നമുക്കറിയാം. ആ പ്രവാചകന്മാരുടെ ശിഷ്യന്മാർ, നമുക്കറിയാം പ്രവാചകന്റെ ഉത്തരാധികാരികളായി വന്ന ഖിലാഫത്തുർ റാഷിദ എന്നറിയപ്പെടുന്ന ആ സച്ചരിതരായ ഖലീഫമാരുടെ കാലഘട്ടം. ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ മനുഷ്യരേറ്റവും കൂടുതൽ ജനങ്ങൾ അവർക്ക് ജീവിതം എളുപ്പമാക്കി തീർത്ത ഭരണം ലോകത്തിന്റെ മുമ്പിൽ കാഴ്ചവെച്ചത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. സയ്യിദുൻ നാസി ഖാദിമുഹും, ജനങ്ങളുടെ നേതാവ് എന്ന് പറഞ്ഞാൽ ജനസേവകനാണ് എന്ന പ്രമാണത്തിൽ ഭരണചക്രം തിരിച്ച ആളുകളായിരുന്നു അവരൊക്കെ എന്ന് നമുക്ക് കാണാൻ കഴിയും. അതേസമയം മതത്തിന്റെ പേരിൽ ചൂഷണം നടത്തിയ ആളുകളുണ്ട്. അതിൽ മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, ഹിന്ദുക്കളുണ്ട്. ഈ വിഭാഗങ്ങളിലൊക്കെപ്പെട്ട രാജാക്കന്മാരും സ്വേച്ഛാധിപതികളും ഉണ്ടായിരുന്നു. അതൊന്നും മാതൃകാ ഭരണങ്ങളല്ല. അതൊന്നും മതത്തിന്റെ പട്ടികയിൽ എഴുതി ചേർക്കാനും സാധ്യമല്ല. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമൊക്കെ അത്തരം ഭരണകൂടങ്ങൾ നിലവിലുണ്ടായിരുന്നു, ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത് പ്രവാചക മതത്തിന്റെ വക്താക്കൾ, പ്രവാചകന്മാരും അവരുടെ അനുയായികളും ഭരണരാഷ്ട്രീയ മണ്ഡലങ്ങളിൽ പ്രവർത്തിച്ചപ്പോഴാണ് യഥാർത്ഥത്തിൽ ജനങ്ങൾ അഴിമതിമുക്തമായ യഥാർത്ഥ ഭരണത്തിന്റെ സുഖമനുഭവിച്ചത് എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി മാത്രമാണ്. ഒരു ഭരണാധികാരി, ആ ഭരണാധികാരിയും ഭരണകൂടവും യഥാർത്ഥത്തിൽ മതവിരുദ്ധ ഭൗതികവാദത്തിൽ നിന്നുണ്ടായതാണ്. ഒരു ഉദാഹരണം ഞാൻ സൂചിപ്പിക്കുകയാണ്. ആ ഭരണാധികാരി 22 കൊല്ലം, ഒരു 1/4 നൂറ്റാണ്ടുകാലം ഒരു ജനതയെ അടക്കി ഭരിച്ചു. സ്വേച്ഛാധിപത്യത്തിന്റെ കീഴിൽ, സമഗ്രാധിപത്യത്തിന്റെ കീഴിൽ അവരെ പീഡിപ്പിച്ചും അവരെ ചൂഷണം ചെയ്തും അഴിമതിയുടെ ആറാട്ടായി തീർന്ന ഒരു ജീവിതം, ഒരു ഭരണം നടത്തുകയുണ്ടായി. സമീപകാലത്ത് സംഭവിച്ചതാണ്. അത് കമ്മ്യൂണിസത്തിന്റെ പേരിലോ ക്യാപിറ്റലിസത്തിന്റെ പേരിലോ എന്നതല്ല. മതവിരുദ്ധ ഭൗതികവാദം അധികാരമണ്ഡലത്തിൽ വരുമ്പോൾ എന്ത് സംഭവിക്കും എന്നതിന്റെ ഒരു മികച്ച ഉദാഹരണം നമ്മുടെ സമീപകാലത്ത് നടന്ന ഒരു ഭരണത്തെക്കുറിച്ച്. ആ ഭരണാധികാരി 1/4 നൂറ്റാണ്ടുകാലം ആ ജനതയെ ഭരിച്ചപ്പോൾ ഏറ്റവും വലിയ ആർഭാടത്തിന്റെ, സമ്പന്നതയുടെ, സുഖസമൃദ്ധിയുടെ, ജനങ്ങളെ കൊള്ള ചെയ്തുകൊണ്ടുള്ള സുഖസമൃദ്ധിയുടെ ഒരു ജീവിതമാണ് നയിച്ചത് എന്ന് ഇന്ന് ലോകത്തെല്ലാവർക്കും അറിയാം. 22 കൊല്ലം അദ്ദേഹം തന്റെ ഭരണകൂടത്തിന്റെ എല്ലാ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും തന്റെ സ്വന്തക്കാരെയും ബന്ധുക്കളെയും തിരികെ വെച്ചു. സ്വന്തം ഭാര്യയെ തന്നെ ഉപപ്രധാനമന്ത്രിയാക്കി. വലിയ സിംഹാസനങ്ങൾ, കൊട്ടാര സമാനങ്ങളായ വാഹനങ്ങൾ, ആർഭാടത്തിന്റെ സുഖലോലുപതയുടെ കൊട്ടാരങ്ങൾ, മാത്രമല്ല തനിക്കും തന്റെ ഭാര്യയ്ക്കും ധരിക്കാൻ സ്വർണത്തിന്റെ ചെരുപ്പുകൾ പോലും അദ്ദേഹം ഉണ്ടാക്കിയിരുന്നു എന്നാണ് ഇപ്പോൾ നമുക്കൊക്കെ അറിയുന്ന കാര്യം. സ്വർണത്തിന്റെ പാദുകങ്ങളിലാണ് അദ്ദേഹവും ഭാര്യയും സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. പാവപ്പെട്ടവരുടെ വിമോചനം എന്ന് പറയുന്ന ഒരു ലക്ഷ്യം മുമ്പിൽ വെച്ചുകൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ വിമോചനത്തിന്റെ കൊടുങ്കാറ്റ് സൃഷ്ടിച്ചു വന്ന ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ വക്താവായിരുന്നു അദ്ദേഹം. 22 കൊല്ലം നീണ്ട ആ ഭരണത്തിനൊടുവിൽ പൊറുതിമുട്ടിയ ജനം തെരുവിലിറങ്ങുകയാണ്. അവസാനം ജനങ്ങളിൽ ആഭ്യന്തര കലാപം കൊടുമ്പിരി കൊണ്ടപ്പോൾ നാട്ടിൽ നിന്ന് ഭരണാധികാരിയും കുടുംബവും ഒളിച്ചോടുന്നു. ഒടുവിൽ ജനം പിടികൂടി തൂക്കിലേറ്റി. 1989 ക്രിസ്മസ് ദിനം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ലോകത്തിന് മറക്കാനാവാത്ത ഒരു ക്രിസ്മസ് ആയിരുന്നു. അന്നാണ് റൊമാനിയ ഭരിച്ചിരുന്ന, റൊമാനിയയുടെ രാജാവെന്ന് പറയാവുന്ന നിക്കോളെ ചെഷസ്ക്യൂ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരിയെ തൂക്കിലേറ്റിയിട്ട് തൂക്കിൽ അങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്ന ഭരണാധികാരിയെ പൗരന്മാർ ചെരുപ്പൂരിത്തല്ലുന്ന ചിത്രം കണ്ടുകൊണ്ടാണ് അന്ന് ലോകം ഉണർന്നത് എന്ന് നമുക്കറിയാം. ആരാണ് നിക്കോള ചെഷസ്ക്യൂവിനെ സൃഷ്ടിച്ചത്? നമ്മൾ വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട കാര്യമാണ്. മതമാണോ? മതത്തിന്റെ വക്താക്കളാണോ? യഥാർത്ഥ മതം രാഷ്ട്രീയത്തിൽ ഇടപെടരുത്, അത് അപകടമാണ്, അത് മതരാഷ്ട്രവാദമാണ്, അത് ഭീകരതയായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുകിലുണ്ടാക്കുന്നുണ്ടല്ലോ. നമ്മൾ ആലോചിച്ച് നോക്കൂ, നിക്കോളെ ചെഷസ്ക്യൂ എന്ന് പറയുന്ന ഈ ഭരണാധികാരി മതത്തിന്റെ സൃഷ്ടിയായിരുന്നു, മതമൂല്യങ്ങളുടെ നിർമ്മിതിയായിരുന്നു. മാർഷൽ ടിറ്റോ എന്ന് പറയുന്ന മറ്റൊരു ഭരണാധികാരി, നമ്രൂദുമാരും ഫറവോമാരും യഥാർത്ഥത്തിൽ മതത്തിന്റെ സൃഷ്ടിയായിരുന്നു എന്ന് നമ്മൾ ആലോചിക്കണം. ഇവരുടെയൊക്കെ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന വിശുദ്ധ ഖുർആനിലെ ഒരു സൂക്തമുണ്ട്. വിശുദ്ധ ഖുർആൻ 13-ാം അധ്യായം സൂറത്തുർ റഅദിലെ 25-ാമത്തെ വചനം റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു,
വല്ലദീന യൻഖുലൂന അഹ്ദല്ലാഹി മിൻ ബഅദി മീസാഖിഹി വല്ലദീന യൻഖുലൂന അഹ്ദല്ലാഹി മിൻ ബഅദി മീസാഖിഹി വയഖ്തഊന മാ അമറല്ലാഹു ബിഹി അൻ യൂസല വയുഫ്സിദൂന ഫിൽ അർള് ഉലൈക ഹുമുൽ ലഅന വലഹും സൂഉദ്ദാർ എന്നല്ലാഹു പറയും. വല്ലദീന യൻഖുലൂന അഹ്ദല്ലാഹ്, അല്ലാഹുവിനോട് കരാർ ചെയ്തിട്ട് ആ കരാറിന് ശേഷം അത് ലംഘിച്ചു കളഞ്ഞ ആളുകൾ, വയഖ്തഊന മാ അമറല്ലാഹു ബിഹി അൻ യൂസല, പടച്ചതമ്പുരാൻ കൂട്ടിച്ചേർക്കണം ഭൂമിയിൽ എന്നാവശ്യപ്പെട്ട ബന്ധങ്ങളെ അർത്ഥമുറിച്ച ആളുകൾ, വയുഫ്സിദൂന ഫിൽ അർള്, ഈ ഭൂമിയിൽ തന്റെ രാജ്യത്ത് തന്റെ ദേശത്ത് തന്റെ ജനങ്ങൾക്കിടയിൽ ഫസാദുണ്ടാക്കിയ നാശവും കുഴപ്പങ്ങളും സൃഷ്ടിച്ച ആളുകൾ, ഉലൈക ഹുമുൽ ലഅന, അവർക്കാണ് ശാപം, വലഹും സൂഉദ്ദാർ, ഏറ്റവും ചീത്തയായ പാർപ്പിടത്തിലേക്കാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ ഈ ശപിക്കപ്പെട്ട ഭരണാധികാരികളെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. വിശദീകരിക്കേണ്ടതില്ല, ഈ പട്ടികയിൽ ഒരുപാട് ഉദാഹരണങ്ങൾ നിരത്താൻ കഴിയും. ഇനി നമ്മൾ മറുഭാഗത്ത് നോക്കൂ, മറ്റൊരു ഭരണാധികാരിയുടെ ചിത്രം. അദ്ദേഹം മദീനത്തെ തെരുവിൽ രാത്രികാലത്ത് സഞ്ചരിക്കുന്നു. തന്റെ മുമ്പിൽ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് വെള്ളം ചുമലിലേറ്റി പോകുന്ന ഒരു പെണ്ണിനെ കാണുകയാണ് അദ്ദേഹം. ചോദിച്ചപ്പോൾ ആ പെണ്ണ് പറഞ്ഞു, ഞാനൊരു വലിയ കുടുംബത്തിന്റെ പ്രതിനിധിയാണ്, വളരെ ദരിദ്രമായ വല്ലാത്ത ചുറ്റുപാടിലാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്നെ സഹായിക്കാൻ ഒരാളുമില്ല, പകലാണെങ്കിൽ വെള്ളമെടുക്കാൻ തെരുവിലേക്ക് ഇറങ്ങാൻ എനിക്ക് ലജ്ജയാണ്, അതുകൊണ്ട് ഞാൻ രാത്രികാലങ്ങളിലാണ് വെള്ളമെടുക്കാൻ പോകുന്നത്. അങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ട് വെള്ളം വലിച്ചുകൊണ്ട് പോകുന്ന ഒരു സ്ത്രീയെ ഭരണാധികാരി കാണുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഭരണാധികാരികളുടെ സ്ഥാനത്ത് ഈ ഭരണാധികാരിയെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുക, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. അദ്ദേഹം പറഞ്ഞു, സഹോദരി, ആ വെള്ളപ്പാത്രം എന്റെ ചുമലിലേക്ക് വെക്കൂ. അങ്ങനെ വെള്ളം ചുമന്നുകൊണ്ട് വീട്ടിലെത്തിച്ചു കൊടുക്കുന്നു. വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, രാജ്യം ഭരിക്കുന്ന ഖലീഫ ഉമറിനെ ഒന്ന് കണ്ടുകൂടെ, നിങ്ങളുടെ ഈ ദയനീയമായ ജീവിതാവസ്ഥകൾ അദ്ദേഹത്തോട് പറഞ്ഞുകൂടെ? അങ്ങനെ പറഞ്ഞാൽ അദ്ദേഹം ഒരു ഭൃത്യനെ വെച്ചു തരും, നിങ്ങൾക്ക് വേണ്ട സാമ്പത്തിക സഹായം ചെയ്യും. ഈ സാധുവായ ഈ പെണ്ണ് പറയുകയാണ്, ഖലീഫ ഉമറിനെ കാണുകയൊക്കെ എനിക്ക് നടക്കുമോ? നിങ്ങൾ അതിരാവിലെ ചെല്ലുക, അദ്ദേഹത്തെ കണ്ട് കാര്യം പറയുക, നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെടും. അങ്ങനെ ഈ പെണ്ണ് അതിരാവിലെ ഖലീഫ ഉമറിന്റെ വീട്ടിലെത്തുകയാണ്. അപ്പോൾ അവിടെ ഇന്നലെ തനിക്ക് തലയിൽ വെള്ളം ചുമന്നു തന്ന മനുഷ്യനിരിക്കുന്നു. ലജ്ജ കൊണ്ട് ആ സഹോദരി തിരിഞ്ഞു നടക്കുകയാണ്. കാരണം അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ഖലീഫയോട് ഇത് പറയാനുള്ള ലജ്ജ കൊണ്ട് അദ്ദേഹം വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഇന്നയാൾ വേലക്കാരനായി വൃത്യനായി വെച്ചിരിക്കുന്നു, ഈ സാമ്പത്തിക സഹായം നിങ്ങൾ സ്വീകരിക്കുക, വല്ല പ്രശ്നങ്ങളുമുണ്ടെങ്കിൽ ഇവിടെ വന്ന് പറയണം എന്ന് പറയുമ്പോഴാണ് ഇത് സാക്ഷാൽ ഖലീഫ ഉമറാണ് എന്ന് ആ സ്ത്രീക്ക് മനസ്സിലാകുന്നത്. എത്രയോ ചിത്രങ്ങൾ ഇങ്ങനെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നു. പട്ടാള സേവനം ചെയ്യുന്ന സൈനികർ, ആ സൈനികരുടെ വീടുകളിലെത്തുന്നു ഭരണാധികാരി. എന്നിട്ട് അവരോട് പറയുന്നു, നിങ്ങൾക്ക് വല്ല ആവശ്യങ്ങളുമുണ്ടോ? അങ്ങാടിയിൽ പോകേണ്ടതുണ്ടോ? സാധനങ്ങളുടെ ലിസ്റ്റും വാങ്ങി വീട്ടിലുള്ള ഒരു പയ്യനെയും കൂട്ടി ഭരണാധികാരി അങ്ങാടിയിൽ പോയി പട്ടാളത്തിൽ സേവനമനുഷ്ഠിക്കുന്ന ഈ ഭടന്മാരുടെ ഭാര്യമാർക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുന്നത് നമ്മൾ കാണുന്നു. അവർക്ക് വേണ്ട കത്തുകൾ എഴുതി കൊടുക്കുന്നു, കത്ത് വരുമ്പോൾ വായിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ ഒരു ഭരണാധികാരിയെ നമ്മൾ ചരിത്രത്തിൽ കാണുകയാണ്. ഉറക്കം നഷ്ടപ്പെടുകയാണ് മതം സൃഷ്ടിച്ച ഭരണാധികാരിക്ക്. രാത്രികാലങ്ങളിൽ ഉറക്കമില്ല. മദീനത്തെ പള്ളിയിൽ പാതിരാവിലിരുന്ന് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന, ആരാധനകളിൽ മുഴുകിയിരിക്കുന്ന ഖലീഫ ഉമറിനെ നമ്മൾ കാണുകയാണ്. അങ്ങകലെ ഇറാഖിൽ നിന്ന് അദ്ദേഹത്തിനൊരു സന്ദേശവുമായി ഒരു ദൂതന് വരുന്നു. വളരെ വൈകിയതുകൊണ്ട് അദ്ദേഹം പള്ളിയിൽ കയറി നമസ്കരിച്ച് അവിടെ തങ്ങാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ അവിടെ ഒരു മനുഷ്യനെ കാണുന്നു. അവരങ്ങനെ പരിചയപ്പെടുന്നു. അപ്പോൾ ഖലീഫ ഉമർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ ഖലീഫക്കുള്ള സന്ദേശവുമായിട്ടാണ് വന്നിട്ടുള്ളതെങ്കിൽ എത്രയും വേഗം അത് അദ്ദേഹത്തിന് എത്തിക്കുകയല്ലേ വേണ്ടത്? അപ്പോൾ ദൂതൻ പറഞ്ഞു, ഈ പാതിരാ നേരത്തോ? ഉമർ വല്ല ഉറക്കത്തിലായിരിക്കും എന്ന് പറയുമ്പോഴാണ് ഖലീഫ ഉമർ റളിയല്ലാഹു തആല അൻഹു ആ സന്ദേശം ഇങ്ങോട്ട് തരൂ എന്നാവശ്യപ്പെടുന്നത്. പ്രിയമുള്ളവരെ, പാതിരാവുകളിൽ ഉറക്കം നഷ്ടപ്പെടുകയാണ്. നമ്മൾ മതേതര ചരിത്രത്തിലൊക്കെ കാണുന്നത്, നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിലും കാണുന്നത്, അധികാരത്തെ രാഷ്ട്രീയത്തെ ഒരു ചക്കരക്കുടമായി കാണുന്നവരാണ് പലപ്പോഴും
അധികാരം കിട്ടിയാൽ ഒരു പഞ്ചായത്തിന്റേത് മുതൽ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരം വരെ കയ്യിൽ കിട്ടിയാൽ കൈയിട്ട് വാരാവുന്ന ഒരു ചക്രക്കുടമായി നക്കി നുണയാനുള്ള ഒരു മനസ്സുമായിട്ടാണ് രംഗത്ത് പ്രവർത്തിക്കുന്നത്. പക്ഷേ മതം സൃഷ്ടിച്ചെടുത്ത പ്രവാചക മതം സൃഷ്ടിച്ചെടുത്ത ഭരണാധികാരികൾക്ക് ഉറക്കം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അവർ ഇത്തരം സുഖഭോഗങ്ങളോട് ഏറ്റവും വലിയ വിരക്തരായിട്ട് നമ്മൾ കാണുകയാണ്. എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു എന്ന് നമ്മൾ അറിയണം. ആരാണ് ഉമറുൽ ഫാറൂഖിനെ സൃഷ്ടിച്ചത്? ആരാണ് അബൂബക്കർ സിദ്ദീഖുമാരെ സൃഷ്ടിച്ചത്? ഉസ്മാൻ ഇബ്നു അഫ്ഫാനും അലി ഇബ്നു അബീ ത്വാലിബും ഉമർ രണ്ടാമനും ആരുടെ സൃഷ്ടിയാണ് എന്ന് നമ്മൾ അറിയണം. അത് മതവിരുദ്ധ ശക്തികൾ നിർമ്മിച്ചെടുത്ത വ്യക്തികളാണോ? മതപൗരോഹിത്യം സൃഷ്ടിച്ചെടുത്ത വ്യക്തികളാണോ? അതോ യഥാർത്ഥ മതം സൃഷ്ടിച്ചെടുത്ത മാതൃകാ ഭരണാധികാരികളാണോ എന്ന് നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം അധികാരം കൊടുക്കുന്നത് എല്ലാ തരത്തിലും സംസ്കരണം സിദ്ധിച്ച ഒരു കയ്യിലേക്കാണ് അധികാരം കൈമാറുന്നത്. നാളെ നീ അല്ലാഹുവിന്റെ മുമ്പിൽ വരും, ചോദ്യം ചെയ്യപ്പെടും. നിന്റെ ഭാഗത്തു നിന്ന് സംഭവിച്ച അനീതികളുടെ പേരിൽ, ചൂഷണങ്ങളുടെ പേരിൽ, ജനവഞ്ചനകളുടെയും അഴിമതികളുടെയും പേരിൽ റബ്ബിന്റെ മുമ്പിൽ വളരെ കൃത്യമായി കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അധികാരം ഏറ്റവും വലിയ അപമാനമായി തീരാൻ സാധ്യതയുണ്ട്. നദാമത്ത് എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. അത് നിനക്ക് നെടും ഖേദത്തിന് കാരണമായി തീരാം. അങ്ങനെ ഒരു നാൾ വരാനിരിക്കുന്നു എന്ന ബോധ്യത്തിൽ സംസ്കരിച്ചെടുത്ത പരലോകബോധ്യമുള്ള ഒബിൽ ആഖിറത്തിഹും യൂഖിനൂൻ, അങ്ങനെയുള്ള ഒരു വിഭാഗത്തിന്റെ കൈകളിലേക്കാണ് അധികാരം ചെല്ലുന്നത്. അപ്പോൾ പിന്നെ അത് ചക്കരക്കുടമായി കാണാൻ കഴിയുകയില്ല. ഇതാദ്യം സാധിച്ചെടുത്തതിന് ശേഷമാണ് അധികാരസ്ഥാനങ്ങൾ അവർ കൈയാളിയിരുന്നത് എന്ന് നമുക്കറിയാം. പ്രിയമുള്ളവരെ, വിശദീകരിക്കുന്നില്ല. പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, മതം രാഷ്ട്രീയത്തിൽ ഇടപെടരുത് എന്ന് പറയുമ്പോൾ ഇസ്ലാമികമായ ഒരു വായന പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് നടത്താൻ കഴിയണം. മതമാണല്ലോ രാഷ്ട്രീയത്തിൽ ഇടപെടേണ്ടത്. ജനങ്ങളെ നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന, പുരോഗതിയിലേക്കോ അധോഗതിയിലേക്കോ വരെ കൊണ്ടുപോകാൻ കഴിയുന്ന ഏറ്റവും ശക്തിയുള്ള അധികാര കേന്ദ്രവും ഭരണകൂടവും അടങ്ങുന്ന രാഷ്ട്രീയ മണ്ഡലമാണ് മതങ്ങളുടെ മഹത്തായ മൂല്യങ്ങളുടെ അടിത്തറയിൽ പുനർനിർമ്മിക്കപ്പെടേണ്ടത് എന്ന് നമ്മൾ അറിയണം. അല്ലാഹുവിലുള്ള, ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം, ആ മതബോധവും അതുപോലെ പരലോകഭയവുമുള്ള, ജനങ്ങളെ സേവിക്കാനുള്ള അർഹതയും യോഗ്യതയുമുള്ള വ്യക്തികളിലേക്കാണ് യഥാർത്ഥത്തിൽ അധികാരം പോകേണ്ടത്. അത് അല്ലാഹു അവരോട് ചെയ്ത വാക്കാണ്. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞു. റബ്ബ് സുബ്ഹാനഹു വ തആല അത്തരം വിശ്വാസികൾക്ക് നൽകിയ വാക്കാകുന്നു ആ അധികാരം എന്ന് പറഞ്ഞാൽ. സൂറത്തുൽ നൂർ 24-ാം അധ്യായം, സൂറത്തുൽ നൂറിലെ 55-ാമത്തെ വചനം, വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സാലിഹാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളായ സൽക്കർമ്മം ചെയ്യുന്ന ആളുകൾക്ക് വാക്ക് നൽകുന്നു, വാക്ക് നൽകിയിരിക്കുന്നു. ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം, നിങ്ങളുടെ മുൻഗാമികളെ നാം പ്രതിനിധികളാക്കിയതുപോലെ നിങ്ങളെയും ഭൂമിയിൽ നാം പ്രതിനിധികളാക്കും. വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതദാ ലഹും, നിങ്ങൾക്ക് ജീവിത വ്യവസ്ഥയായി നാഥൻ കനിഞ്ഞരുളിയ തൃപ്തിപ്പെട്ടതെന്ന ആ ജീവിത വ്യവസ്ഥയെ അവനിവിടെ പൂർത്തീകരിക്കും, അവനിവിടെ സ്ഥാപിക്കും. വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന, നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഭയാവസ്ഥയ്ക്ക് പകരം നിർഭയമായ സുരക്ഷിതത്വമുള്ള ഒരവസ്ഥ അവൻ പകരം കൊണ്ടുവരും. യഅ്ബുദൂനനീ ലാ യുശ്രികൂന ബി ശൈഅ, അവരെനിക്ക് മാത്രം വഴങ്ങുന്നവരാണ്, എന്നിൽ ആരെയും പങ്കുകാരെ ചേർക്കാത്തവരാണ്, ശിർക്ക് ചെയ്യാത്തവരാണ്. വൻ കഫറ ബഅദ ദാലിക ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ, അതിനുശേഷവും ആരാണ് നിഷേധിക്കുന്നത് അവർ വ്യക്തമായ തെമ്മാടികളാണ്, അധർമ്മികളാണ് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞു തരുന്നു. ജനങ്ങളെ സേവിക്കാനും അവരെ ഭരിക്കാനുമുള്ള അർഹതയും യോഗ്യതയുമുള്ള ധർമ്മബോധവും ദൈവബോധവുമുള്ള വിശ്വാസികളാണ് യഥാർത്ഥത്തിൽ ആത്യന്തികമായി ഭരണാധികാരത്തിലും രാഷ്ട്രീയത്തിലും രാഷ്ട്രീയ മേഖലകളിലും പ്രവർത്തിക്കാൻ അർഹതപ്പെട്ടവർ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ആത്യന്തികമായി ആ മേഖലകളെ ശുദ്ധീകരിക്കാൻ ഈ മതബോധം കൊണ്ട് മാത്രമേ സാധ്യമാകൂ എന്നാണ് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമ്മെ അറിയിക്കുന്നത്. കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.